ലോട്ടറി വിൽപ്പനയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒന്നാം സമ്മാനം നൽകി ജനവിശ്വാസമർപ്പിച്ച ബി.കെ ഏജൻസിയുടെ അഞ്ചാമത് ലോട്ടറി ഷോറൂം വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 30 വർഷത്തോളമായി ലോട്ടറി ഏജൻസിയിൽ ജനങ്ങളുടെ ഭാഗ്യസ്ഥാപനമായി മാറിയ ബി.കെ ഏജൻസിയുടെ അഞ്ചാമത് ലോട്ടറി ഷോറൂമാണ് വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ ഉദ്ഘാടനം ചെയ്തത്. തിങ്ങി നിറഞ്ഞ ജനാവലിയെ സാക്ഷിയാക്കി വടകര സെൻട്രൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജൻ കായക്ക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ബാലകൃഷ്ണൻ 30 വർഷമായി ഈ പട്ടണത്തിൽ ബി.കെ ഏജൻസി ലോട്ടറി ഏജൻസി എന്ന് പറയുന്ന സ്ഥാപനം നടത്തി വരുന്നു. അതൊരു ബ്രാൻഡ് നെയിമായിക്കൊണ്ട് ഈ വടകര മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വടകര ബി.കെ ലോട്ടറി എന്ന് പറയുമ്പോൾ അങ്ങോളം ഇങ്ങോളം ഒരു ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സ്ഥാപനം കൂടി ഇവിടെ ആരംഭിക്കുന്നത്. അദ്ദേഹം ലോട്ടറിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ കൂടിയുള്ള ആളാണ്. അതോടൊപ്പം തന്നെ ഓരോ മേഖല ജീവകാരുണ്യ മേഖലയിൽ അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. സംസ്ഥാനത്തെ മികച്ച അധ്യാപകനുള്ള അവാർഡ് ജേതാവ് രാജ്കുമാർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി സമിതി നേതാവ് അസീസ്, ലോട്ടറി തൊഴിലാളി യൂണിയൻ നേതാവ് ശശി പി.കെ എന്നിവർ ആശംസയറിയിച്ച് സംസാരിച്ചു. ബി.കെ ഏജൻസി പ്രൊപ്പറേറ്റർ ബി.കെ ബാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. ബി.കെ ലോട്ടറി ഏജൻസിയുടെ അഞ്ചാമത്തെ ഷോറൂമാണ് വടകര ഇന്ന് കാലത്ത് 8 മണിക്ക് ആരംഭിച്ചിരിക്കുന്നത്. 30 വർഷക്കാലമായിട്ട് വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഒരു വിപുലമായ രീതിയിൽ ഒരു സ്ഥാപനം എന്ന നിലക്കാണ് ഈ ഒരു സ്ഥാപനം കൂടെ ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ഞങ്ങളുടെ അഞ്ചാമത്തെ ഷോറൂമാണിത്. മാത്രമല്ല ഭാഗ്യക്കുറി മേഖലയിൽ ഒരുപാട് വർഷം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഞാൻ ഭാഗ്യക്കുറി മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 40 വർഷമായി. കേരള ഭാഗ്യക്കുറി 1967 നമ്മുടെ കേരള സംസ്ഥാനത്ത് ജന്മമെടുക്കുന്നത്. അന്ന് 1 രൂപയ്ക്ക് 50,000 രൂപ ഒന്നാം സമ്മാനം നൽകിക്കൊണ്ടാണ് കേരള ഭാഗ്യക്കുറി ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് കേരള ഭാഗ്യക്കുറി ഒരുപാട് പടവുകൾ കയറി 500 രൂപയ്ക്ക് 25 കോടി ഒന്നാം സമ്മാനം കൊടുക്കുന്ന രീതിയിലേക്ക് കേരള ഭാഗ്യക്കുറി വളർന്നിട്ടുണ്ട്. അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും അതിന് ഞങ്ങൾ ഒരു വിൽപ്പനക്കാരൻ എന്ന നിലക്ക്, ഒരു ഏജന്റ് എന്ന നിലക്ക് സ്നേഹം അറിയിക്കുകയാണ്. ഈ ഭാഗ്യക്കുറി മേഖലയിൽ 2.5 ലക്ഷത്തോളം തൊഴിലാളികളുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇന്ന് കേരള ഭാഗ്യക്കുറി ഈ രീതിയിലേക്ക് കേരളം മൊത്തം പന്തലിച്ച് ഒരു വടവൃക്ഷമായി നിൽക്കാൻ കാരണം അതിന് കേരളത്തിലെ ജനങ്ങളുടെ കേരള ഭാഗ്യക്കുറിയെ നെഞ്ചോട് ചേർത്തു എന്നത് ഞങ്ങളൊക്കെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഇന്ന് കേരള ഭാഗ്യക്കുറിയിൽ ഒരു ഏജന്റ് എന്ന നിലക്ക്, ഒരു വിൽപ്പനക്കാരൻ എന്ന നിലക്ക് അഭിമാനത്തോടെ ഏതൊരാൾക്കും ഏതൊരു സ്ഥലത്തും കയറി ചെല്ലാനും ഭാഗ്യക്കുറി വിൽക്കാനും ഇന്ന് കഴിയും. ആ രീതിയിലേക്ക് നമ്മുടെ സർക്കാരും ഈ ഭാഗ്യക്കുറിയെ ഇന്നത്തെ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് ഞങ്ങൾ സന്തോഷത്തോടെ ഓർക്കുകയാണ്. കേരള ഭാഗ്യക്കുറിയിൽ നിരവധി ബമ്പർ സമ്മാനങ്ങളും ഒന്നാം സമ്മാനങ്ങളും നേടിക്കൊടുക്കാൻ ബി.കെ ഏജൻസിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2 വർഷം മുമ്പ് വിഷു ബമ്പറിന്റെ ഒന്നാം സമ്മാനം 10 കോടി നേടിക്കൊടുക്കാൻ ഈ വടകര പ്രദേശത്ത് തന്നെ നേടിക്കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് സുരഭി ബമ്പർ കേരളത്തിന്റെ അത് വലിയ ഒരു ചരിത്ര വിജയമായി ഞങ്ങളൊക്കെ ആ ബമ്പർ നേടിക്കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇന്നോളം 200-ൽ പരം ഒന്നാം സമ്മാനങ്ങളും അതേപോലെ നിരവധി രണ്ടാം സമ്മാനങ്ങളും ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ നിരവധി തൊഴിലാളികൾക്ക് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്നു എന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായി കാണുകയാണ്.